പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘനാളായിട്ട് കർത്താവ് കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശോയെ, അത് ഇന്ന് നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വീട് പണി ആരംഭിക്കുന്നവരുണ്ട് ഈശോയെ, അതുപോലെ എല്ലാ വിവാഹ ആലോചനകൾ ആരംഭിക്കുന്നവരുണ്ട്, ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട്. അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ആശങ്കകൾ ചില വ്യക്തികളെ കാണുമ്പോൾ എന്ത് സംഭവിക്കും, ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും, അപ്പോഴും എന്ത് സംഭവിക്കും, ഞാൻ എന്ത് പറയും, ഞാൻ എന്ത് പറയണം, എനിക്ക് എന്ത് പറയാൻ പറ്റും,
ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, വ്യക്തിയുള്ള സംഭാഷണങ്ങളുണ്ട്. അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഉറപ്പുവരുന്നതിന് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ, പോകുന്ന വഴികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇടുന്ന ഒപ്പുകൾ, എഴുതുന്ന എഴുത്തുകൾ, സംസാരിക്കുന്ന സംസാരങ്ങൾ, ഫോണിലൂടെയുള്ള വിളികൾ, കമ്മ്യൂണിക്കേഷൻസ്, അതിനുള്ള റെസ്പോൺസ്, നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നെ ഈശോനാമത്തെ ആശീർവദിക്കുന്നു. ഏജൻസികൾ, കടകൾ, കമ്പോളങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസായങ്ങൾ നടത്തുന്ന എല്ലാ തൊഴിൽ മേഖലയും കാർഷിക മേഖലയിലും അവിടെയുള്ള പ്രതിസന്ധികൾ യേശുക്രിസ്തു നീങ്ങിപ്പോട്ടെന്ന് കൽപ്പിക്കുന്നു. നമ്മളെ ഭജനത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോഴേ ഈ ചെറു പറയല്ലേ, എന്നെ അത് ഹർട്ട് ചെയ്തു, എനിക്ക് ഡീപ്രൊമോഷൻ ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ. നമ്മളീ പറയുന്ന ഈ മനുഷ്യന്മാർ പറയുന്ന അതുകൊണ്ട് നമുക്ക് നിരാശയും സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ ഡീപ്രൊമോഷൻ എന്നുള്ള ഒരു വാക്ക് ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ ഡീപ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താ? മലയാളത്തിൽ എന്തെന്ന് പറയുന്നത് നമ്മൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിനാണ്, താഴത്തേക്ക് മാറ്റുന്നതിനാണ് ഡീപ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. പ്രൊമോഷൻ സ്ഥാനക്കയറ്റമാണ്, സ്ഥാന ഇറക്കമാണ് ഈ ഡീപ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ പക്ഷെ ബൈബിളിൽ ഈ ബൈബിളിക്കൽ തിയോളജി എന്ന് പറയത്തില്ല നമ്മൾ, ബൈബിള് ദൈവശാസ്ത്രത്തിൽ ഈ ഡീപ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞില്ല. നമുക്കറിയാലോ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ബിബ്ലിക്കലായിട്ടല്ലേ എടുക്കേണ്ടത് ജീവിതം, അതല്ല ബൈബിൾ ലൈഫ് അല്ലേ. ബൈബിൾ ലൈഫിൽ ഡീപ്രൊമോഷൻ ഇല്ല, ശരിക്കും പ്രോസസ് ഓഫ് പ്രൊമോഷനാണ് ഉള്ളത്. പ്രോസസ് ഓഫ് പ്രൊമോഷൻ വെച്ചാൽ പ്രൊമോഷനിലേക്കുള്ള പ്രക്രിയയ്ക്കാണ് ഡീപ്രൊമോഷൻ എന്ന് ബൈബിൾ പറയണത്. എന്താ പറയണത്? അതല്ലേ ഫിലിപ്പിയർ പറയണത്? എന്താ? അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ഏതിനാലാണ്? ഫിലിപ്പിയർ 2:6 മുതൽ എടുത്തേ. ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായി തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. അതാണ് ഡീപ്രൊമോഷൻ. എന്ത് ചെയ്ത്? ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. അപ്പൊ ഈ ഡീപ്രൊമോഷൻ എന്ന് പറയുന്നത് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷനായിട്ട് മാറും. ഈ ബിബ്ലിക്കലായിട്ട് ബൈബിളിൽ പ്രകാരം ജീവിതത്തെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളുടെ എല്ലാ താഴ്ചകളും കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ കൂട്ടിവെക്കാനുള്ളൊരു മാനസികാവസ്ഥ. അത് പറയണ എളുപ്പമാണ്, പക്ഷേ നമ്മൾ അനുഭവിച്ച് കഴിയുമ്പോൾ ഞാനൊരിക്കൽ ഫൊറോണ വികാരിയായിരുന്നു. പക്ഷേ എനിക്ക് ഫൊറോണ വികാരി ഞാനൊരു 2 കൊല്ലം പോയപ്പോൾ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ. കാര്യം ഞാൻ മിക്കവാറും പുറത്ത് ധ്യാനത്തിലാണ് ധ്യാനിപ്പിക്കാൻ പോകും. ബിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ശാന്തം പറയുന്നൊക്കെ വിളിക്കണത്. അപ്പം പിതാവ് തന്നെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് ചോദിച്ച്. അപ്പോൾ പിതാവിൻ്റെ ഇഷ്ടം. അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു 10-35 വീട്ടുകാരുള്ളൊരു പള്ളി കൊണ്ടുവന്ന് വെച്ചു, ചാപ്പൽ പൂർണ്ണവികാരം. പക്ഷെ അവിടുന്ന് അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു, എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷ. കാര്യം ഒരു പാരിഷ് പീസിൽ നിന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു ഇവാഞ്ചലിസ്റ്റിക് പ്രോഗ്രാം സഭ ആ പ്രൊവിഷനിലില്ല, കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും. അപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം.
പക്ഷെ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും ആദ്യകാലങ്ങളിൽ. എനിക്ക് കുറച്ച് പാടേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമാണ്. ഇപ്പം ഞാൻ ക്യാമനാണെന്ന് പറയുകയല്ല, എനിക്ക് വേറെ ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറിയത്. മറ്റേ ശുശ്രൂഷ ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം. പക്ഷേ ഇത് എന്ത് ഭാരമായാലും അത് എല്ലായിടത്തും സംഭവിക്കാം, എല്ലാ മേഖലയും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീപ്രമോഷൻ പറഞ്ഞാൽ ഇവിടെ കുടുംബങ്ങളല്ലേ വരണത്. പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീപ്രമോഷൻ വരും. കാര്യം എന്താണ്? അവരുടെ ചെൽപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക്, ചില ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായിട്ട് പഠിച്ചു വരുന്ന ആൾക്കാരോട് ചോദിക്കും. അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീപ്രമോഷൻ തോന്നിപ്പോകും. അതെല്ലാം നമ്മൾ ഡീപ്രമോഷൻ തോന്നുന്നത് നല്ല കാര്യമാണ്. കാര്യം എന്താണ്? നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യത്? ക്രിസ്തുവിൻ്റെ നിനക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീപ്രമോഷൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം. ചേർത്ത് വെക്കണമാണ്. ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശുകളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതാണ് കർത്താവിൻ്റെ സഹനങ്ങളിൽ വന്ന പോരായ്മ എന്നൊക്കെ പറയുന്നില്ലേ. കൊളോസസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഇതൊരു ഗ്രാഫ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ. നമ്മുടെ പീഡകളെ കർത്താവിൻ്റെ പീഡകളോടും നമ്മുടെ കുരിശുകളെ കർത്താവിൻ്റെ കുരിശുകളോടും ചേർത്ത് വെക്കുന്നതന്നെ നമുക്ക് കിട്ടുന്ന അവസരമാണ്. അതാണ് ഡീപ്രമോഷൻസ് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷനായിട്ട് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, നമുക്കൊരു സഹായം വേണം. എപ്പോഴും നമുക്കൊരു സഹായം വേണം എന്ന് തീരുമാനിച്ചത് നമ്മളെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്ത ആൾ തന്നെയാണ്. ഒരു പ്രോഡക്റ്റ് കമ്പനി നടക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ലൈഫ് ലോങ് വർക്ക് ചെയ്യാൻ എന്തെല്ലാം സപ്പോർട്ട് അതിന് വേണം എന്ന് കമ്പനിക്കാർ പറയും. അതുപോലെയാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവനൊരു ആത്മനഷ്ടം വരുന്ന സാഹചര്യം ഉണ്ടായാൽ അതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എങ്ങനെ അവനെ പുനരുദ്ധരിച്ച് പഴയ മഹത്വത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചിന്തിക്കുമ്പോഴും ആ കൊടുക്കണ മഹത്വം, വീണ്ടെടുക്കണ മഹത്വം, അത് നിലനിൽക്കാൻ അവന് സഹായം ആവശ്യമാണ്, അല്ലെങ്കിൽ അവന് സഹായകനെ ആവശ്യമാണെന്ന് തീരുമാനിച്ചതും കർത്താവ് തന്നെയാണ്. അതാണ് കർത്താവ് പറയണത്, ഞാൻ പിതാവിനോട് ചോദിക്കുകയും എന്നേക്കും നിങ്ങളുടെ ആയിരിക്കാൻ, അല്ലാതെ ഒരാഴ്ചയും ഒരു വർഷവുമല്ല, എന്നേക്കും നിങ്ങളുടെ ആയിരിക്കാൻ അവിടുന്ന് ഒരു മറ്റൊരു ആശ്വാസകനെ, സഹായകനെ അയച്ചു തരും എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ചിട്ടുള്ള ഓരോ വീണ്ടെടുക്കപ്പെട്ട ദൈവവൈതലും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു വചനമാണ് യോഹന്നാൻ 14:26. എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ. ഇപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിച്ചു കഴിഞ്ഞാൽ ഓരോ സമയത്തും കർത്താവ് എന്താ പറയണേ, അവൻ നിങ്ങളെ പഠിപ്പിക്കും, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചുള്ള നിങ്ങളെ അനുസ്മരിപ്പിക്കുമെന്ന്. നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലുവേ, ചില പറഞ്ഞില്ലേ ഒക്കെ അറിയാമായിരുന്നു പക്ഷേ ആ സമയത്ത് ഓർത്തില്ലെന്ന്. അത് വലിയൊരു മണ്ടത്തരമാണ്. എന്താ കാര്യത്തിൽ അറിയാമായിരുന്നു, ആ സമയത്ത് ഓർത്തില്ലെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കി. ആ സമയത്ത് തക്ക സമയത്ത് ഓർക്കാതിരിക്കണതും അറിയാൻ പാടില്ലാത്തതും ഫലത്തിലൊന്നാണ്. തക്ക സമയത്ത് ഓർക്കാതിരിക്കണതും അറിയാൻ പാടില്ലാത്തതും ഫലത്തിലൊന്നാണ്. അപ്പോഴതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് സഹായകന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞത്. സഹായകൻ എന്ത് ചെയ്യുമെന്ന് ഈശോ പറഞ്ഞു, തക്ക സമയത്ത് നിങ്ങളെ അനുസ്മരിപ്പിച്ച് തരുമെന്ന്. കാര്യം എൻ്റെ ജീവിതത്തിൽ ഒരു വിഷയം ഉണ്ടായത്,
എനിക്ക് കേരള സാഹിത്യ അക്കാദമി ദൈവത്തിൻ്റെ കൃപ കൊണ്ട് വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അവാർഡ് നൽകി. അപ്പം ഞാൻ ഇടയ്ക്കിരുന്ന് ഓർക്കുകയെ സാഹിത്യ അക്കാദമി അവാർഡ് നൽകിയ കാര്യം അത് വലിയ ഒരു പുസ്തകമാണ്. ക്രൈസ്തവ തീരദേശ കലകളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ എൻസൈക്ലോപീഡിയയാണ്. 10-17 കൊല്ലം എഴുതിയ, റിസർച്ച് ചെയ്ത് എഴുതിയ, കേരളത്തിൽ തമിഴ്നാട്ടിൽ അലഞ്ഞുകെട്ടി നടന്ന് അതിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള താളങ്ങൾ, രാഗങ്ങൾ, ചമയങ്ങൾ, ചുവടുകൾ, മുറപ്രകാരങ്ങൾ, സംഗീതങ്ങൾ, സാഹിത്യങ്ങളെല്ലാം സമഞ്ജസമായി സമ്മേളിക്കുന്ന ഒരു സമ്പൂർണ്ണമായ ഒരു കൃതിയാണ്. അതാണ് ഗവൺമെൻറ് അംഗീകാരം നൽകിയത്. പക്ഷേ അതിന് വേണ്ടി അതൊന്ന് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്ന് റിജക്റ്റായി. തിരുവനന്തപുരത്താണത്. എൻസൈക്ലോപീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ നിന്ന് റിജക്റ്റായി. അത് തിരുവനന്തപുരത്തായി. കേരള സംഗീതനാടക അക്കാദമി തൃശ്ശൂരാണ്, അവിടെ നിന്ന് റിജക്റ്റായി. കേരള ഫ്ലോക്കർ അക്കാദമി കണ്ണൂരാണ്. അവിടെ നിന്ന് റിജക്റ്റ് ആകുന്ന ഒരു പതിവ് വന്നായിരുന്നു. അപ്പം 4 കൊല്ലം എടുത്തത്. ഈ 4 കൊല്ലം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ ഈ 4 കൊല്ലവും ഈ യാത്ര ചെയ്യുമ്പോഴൊക്കെ എന്നോട് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കുമായിരുന്നു. കർത്താവിൻ്റെ മനസ്സിലുള്ള സ്ഥലം വരുമ്പോൾ, സമയം വരുമ്പോൾ കർത്താവ് സഹായിക്കും, നീ പ്രാർത്ഥിച്ച് യാത്ര ചെയ്താൽ മതി. ഞാൻ ആരോടും ഒന്നും മിണ്ടിയില്ല. ഞാൻ ഈ 4 കൊല്ലം മുഴുവനും പ്രാർത്ഥന, ഈ യാത്രയെല്ലാം പ്രാർത്ഥനയാണ്. എനിക്കറിയാം ഒരു 2000-ഓളം ജപമാലയെങ്കിലും 4 കൊല്ലത്തിനുള്ളിൽ ഈ ഒരൊറ്റ പുസ്തകം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രൈവറ്റ് ഏജൻസിനെ കൊണ്ട് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു, പ്രൈവറ്റ് ഏജൻസിനെ കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കാം. അല്ല, അപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ തന്ന ബോധ്യം ഗവൺമെൻറ് തന്നെ പ്രസിദ്ധീകരിക്കണം. കാര്യം ഗവൺമെൻറ്റിന് സർക്കാരിന് കൈമോശം വരാൻ സാധ്യതയുള്ള സാംസ്കാരിക കലാപൈതൃകങ്ങളുടെ ഒരു കലവറയാണിത്. ഇത് കൈമോശം വന്നാൽ നടക്കുന്നത് നമ്മുടെ കേരള പൊതുസമൂഹത്തിനും ലോക സമൂഹത്തിനും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ ആധികാരികതയോടും ഔദ്യോഗിക മുദ്രയോടുകൂടി തന്നെ അത് പുറത്തിറങ്ങണമെന്ന് എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ നിഷ്കർഷിച്ചുകൊണ്ടിരിക്കണം. അതും ഒരു സഹായമാണ് പരിശുദ്ധാത്മാവിൻ്റെ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നെ മാക്സിമം പ്രെയർ വാങ്ങിച്ചെടുത്തു. മക്കളെ, ഇതിൻ്റെ അകത്ത് മെയിൻ സംഭവം എന്ന് പറയുന്നത്, ഒരു വിഷയത്തിന് ദൈവം മാക്സിമം പ്രെയർ വാങ്ങിച്ചെടുക്കുമ്പോൾ ഓർക്കണം, ദൈവം വലിയ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ദൈവം ഇതിലെ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിക്കുകയും അതേസമയം തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൊണ്ട് നീ പ്രാർത്ഥന വിട്ടുമാറാതെ പ്രാർത്ഥന മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യണമെങ്കിൽ ഓർക്കുക, എന്തോ അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. അത്ഭുതം സംഭവിച്ചു. ഗവൺമെൻറ് തന്നെ അത് അവസാനം പ്രസിദ്ധീകരിച്ചു. സാഹിത്യ അക്കാദമി തന്നെ അവാർഡ് നൽകി. പക്ഷേ അമ്മ മാതാവിന് അറിയാമായിരുന്നു, സാഹിത്യ അക്കാദമിയിൽ എത്തിച്ച് അവാർഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പ്രെയർ. അപ്പം നമുക്കറിയാമല്ലോ, ദൈവം നമ്മൾ പ്രാർത്ഥന എന്ന് പറയും. പക്ഷേ ദൈവം നോക്കണത് എങ്ങനെ? നമ്മളെ പ്രാർത്ഥനയെ ഒരു വ്യായാമമായിട്ടും ഒരു വിശ്വാസമായിട്ടും ഒരു സ്നേഹാവിഷ്കാരമായിട്ടും നമ്മൾ നോക്കുന്നു. ദൈവം എങ്ങനെയാണ് നോക്കണത്? പ്രാർത്ഥനയെ ഒരു ആലപന രീതിയായിട്ടല്ല നോക്കണത്, ഒരു അനുഷ്ഠാന ക്രിയമായിട്ടല്ല നോക്കണത്. പ്രാർത്ഥന ഒരു മീറ്ററാണ്. എന്താ നോക്കണത്? ദൈവം എന്തുമാത്രം നമ്മൾക്ക് പെർസിസ്റ്റൻസ് ഉണ്ട്, പ്രത്യാശയുണ്ട്, ദൈവത്തിന് വിശ്വാസം എടുക്കുന്നുണ്ട്, എന്തുമാത്രം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്, സ്റ്റിൽ യെറ്റ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. ഇങ്ങനെ അരഞ്ഞുകിട്ട് നടന്നിട്ടും കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോഴും നിരാശ കയറിയാൽ ആരിലാണ് നിരാശ കയറുന്നത്? സത്യദൈവത്തിലും സ്നേഹദൈവത്തിലുമുള്ള ദൈവത്തിൽ നമ്മൾ അഭയം പ്രാപിക്കുന്നതിനുള്ള നിരാശയാണ് വരണത്. അപ്പോഴേ നമ്മൾ അസസ്മെൻറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മൾ വിലയിരുത്തപ്പെടുന്നത് എന്തുമാത്രം ഒരു വിഷയം വന്നപ്പോൾ എന്തുമാത്രം സ്നേഹം ഉൽപ്പാദിപ്പിക്കാൻ പറ്റി, എന്തുമാത്രം പ്രത്യാശ ഉൽപ്പാദിപ്പിക്കാൻ പറ്റി, എന്തുമാത്രം ശരണം ഉൽപ്പാദിപ്പിക്കാൻ പറ്റി, എന്തുമാത്രം ആത്മീയമായ കപ്പാസിറ്റി നീ വളർന്നുവെന്ന് ദൈവം നമ്മളെ തൂക്കി നോക്കും. തൂക്കി നോക്കണം, അളന്ന് നോക്കണം, ദൈവത്തിൻ്റെ പണ്ട് മുതലെയുള്ള കാര്യം. അപ്പോൾ അളക്കുകയും തൂക്കുകയും ചെയ്യണം ദൈവ നടപടിയാണെങ്കിൽ ദൈവം ഇതിൽ ഇന്നും ദൈവം അളക്കുകയും തൂക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവം നിന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിപ്പിച്ച് പോകുമ്പോൾ ദൈവം നിന്നെ അളക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം താമസിച്ച് പോകുമ്പോൾ ദൈവം നിന്നെ തൂക്കുകയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. ദൈവവേദലെ പ്രാർത്ഥന ഇട്ടം വെച്ച് കളയരുത്. ഈ ഒരു നിസ്സാര കാര്യം കൊണ്ട്, ഒരു മെട്ടിന് ബെനിഫിറ്റ്സ് കൊണ്ട് നീ ദൈവത്തെ തൂക്കിയാൽ, ദൈവത്തെ അളന്നാൽ, ഈശോ പറഞ്ഞു നീ അളക്കുന്ന കുറവുകൊണ്ടതിന് നിനക്ക് വളർന്നു കിട്ടുമെന്ന്. ദൈവത്തെ അളപ്പിക്കാൻ നോക്കരുത്, മറിച്ച് പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കണം. എനിക്കിത് മനസ്സിലാവണില്ല, ഇത് ലക്ഷ്യവും ഉത്തരവും ദൈവത്തിന് അറിയാം. എന്നെ അത് ദൈവത്തിന് ഉത്തരം വരെ എത്തപ്പെടണം വരെ എന്നെ പ്രാർത്ഥനയുടെ, വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രത്യാശയുടെ വഴി നടത്താൻ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, അനേകം മക്കളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ കർത്താവേ നീളുമ്പോൾ, ഉത്തരം കിട്ടാതെ കിട്ടുമോ ഇല്ലയോ എന്നറിയാതെ ആശങ്കപ്പെടുമ്പോൾ അവരെയെല്ലാം സഹായിക്കാൻ
കർത്താവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഓരോ മകനെയും മകളെയും സഹായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃത്യമായ ഉത്തരം കിട്ടുന്നവരെ നിലനിർത്താനുള്ള കൃപ അവർക്ക് നൽകണമേ. യേശുവേ സ്തോത്രം. ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേ വണങ്ങി സ്തുതിക്കുന്നു കർത്താവേ. സങ്കടങ്ങളായിരിക്കുന്നവരുടെ നമുക്ക് ഒരു സാക്ഷ്യത്തിലേക്ക് പോകാം. അതായത് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നല്ല മൂത്ത വിശ്വാസം, ടെൻഡർ ഫെയ്ത്ത് അല്ല, നല്ല കഴമ്പുള്ള വിശ്വാസം, അച്ചിട്ട വിശ്വാസം അന്തരാത്മാവിൽ സൂക്ഷിച്ചാൽ ഏത് ആപഘട്ടങ്ങളെയും അതിജീവിക്കാൻ കഴിയും. ദൈവം അതിനുള്ള ശക്തി തരും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകുമെന്ന സൂചനയാണ്, സത്യമാണ് സാക്ഷ്യത്തിലൂടെ നമ്മൾ ശ്രവിക്കാൻ പോകുന്നത്. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ശോഭി ജോബിൻ. ഞങ്ങളുടെ സ്ഥലം ചേരാനല്ലൂരാണ്. ഞാൻ രണ്ടാമത്തെ കൊച്ചിനെ 5 മാസം ഗർഭിണിയായിരുന്നപ്പോൾ ചെയ്ത ഡീറ്റെയിൽഡ് സ്കാനിൽ കുഞ്ഞിൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിൽ ഒരു 3 മില്ലിമീറ്റർ വ്യാസമുള്ള ഒരു ദ്വാരം കണ്ടെത്തി. ഇത് അങ്ങനെ തന്നെ തുടർന്നാൽ കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ ഒരു സർജറി ചെയ്യേണ്ടി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് അറിഞ്ഞത്. ഇവിടെ എത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പിന്നെ അതുകൂടാതെ തന്നെ അച്ഛനെ കണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അച്ഛൻ ഉദരത്തിൽ കൈവച്ച് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. 1 മാസം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം 2017 നവംബറിൽ ഞങ്ങൾ അടുത്ത സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു ഡിഫക്റ്റും ഇല്ല എന്ന് സ്കാനിങ്ങിൽ കണ്ടെത്തി. അതേ തുടർന്ന് ഫെബ്രുവരി 21-ാം തീയതി ഞങ്ങൾക്കൊരു പൊൻകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ദൈവം. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥനാപൂർവം കർത്താവിൻ്റെ ഇടപെടൽ ശ്രവിക്കുകയായിരുന്നു. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലെപ്പോഴും വരണത് ദൈവ അനുഗ്രഹങ്ങൾ. ഇപ്പോൾ ഒരു വിശ്വാസിയെ ദൈവത്തിനൊരിക്കലും ചില സമയത്ത് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാതെ സമയം ദൈവത്തിൻ്റെതാണ്. അതെപ്പോഴും നമ്മൾ ചിന്തിക്കണം. ഇപ്പോൾ സങ്കീർത്തനം 89:11 ആകാശവും ഭൂമിയും കർത്താവേ നിൻ്റെതാണെന്ന് പറയുന്നില്ലേ? അപ്പോൾ സമയം ദൈവത്തിൻ്റെതാണ്. നിങ്ങളുടെ സമയത്തെ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനമെടുക്കരുത്. ദൈവത്തിന് സമയം അനുവദിക്കണം. ചില കാര്യങ്ങൾക്ക് ദൈവം കൂടുതൽ സമയം എടുക്കും. ഇപ്പോൾ ലാസറിൻ്റെ വീട്ടിലെ കാര്യം എന്താ? സ്നേഹിതനായിരുന്നിട്ട് പോലും അവൻ ക്ഷീണിതനായിരുന്നിട്ടും കർത്താവിനെ അറിയിച്ചിട്ടും കർത്താവ് വരാൻ വൈകി. വൈകുന്ന ദൈവവും പിന്നീട് നടക്കുന്ന അഭിഷേകവും 10 കോടികളുടെ അനുഭവ പാരമ്പര്യവും ചരിത്രവുമാണ്. എന്താ കാര്യം? കർത്താവ് വൈകിയപ്പോൾ മേൽത്തരം മഹത്വീകരണ സംഭവമാണ് അവിടെ നടക്കുന്നത്. ആർക്കാ? കർത്താവിൽ സ്നേഹമുള്ളവർക്ക്, കർത്താവിൽ വിശ്വാസമുള്ളവർക്ക്. മണവാളൻ വരാൻ വൈകുമെന്ന് വിചാരിച്ചുകൊണ്ട് ചില കന്യകമാർ ഉറങ്ങിയില്ലേ? ഉറങ്ങിയവർക്കല്ല, അപ്പോഴും ദീപവും തെളിച്ച് കാത്തിരിക്കുന്നവർക്ക് മണവാളൻ വരികയും മണവരെ പ്രവേശിക്കുകയും അവൻ്റെ കൂടെ പക്ഷത്തിരിക്കുകയും ചെയ്യും. അത് സുവിശേഷ സത്യമാണ്. അല്പം താമസിച്ചാൽ വിശ്വാസം, കഴിഞ്ഞ പിന്നെ പ്രത്യാശ, കഴിഞ്ഞ പിന്നെ സ്നേഹം, പിന്നെ സമർപ്പണം. ഇതൊരു യാത്രയാണ്. ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ആത്മീയ ഘട്ടങ്ങളാണിത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു അല്പം കൂടി പിന്നെയും അനുഗ്രഹം താമസിക്കുകയാണെങ്കിൽ നമ്മൾ ദൈവത്തിൽ എന്താ വിചാരിക്കണത്? എന്നെ വിശ്വാസം കഴിഞ്ഞ് പ്രത്യാശയിലേക്ക് ഹൈസ്കൂൾ കഴിഞ്ഞപ്പോൾ എന്നെ +2 കൊണ്ട് ഇരുത്തിയിരിക്കുന്നു. പിന്നെയും കുറേ കാലം കഴിഞ്ഞിട്ടും നമ്മൾ വിഷയത്തിന് തീരുമാനം ഉണ്ടാകണില്ല എന്നുണ്ടെങ്കിൽ ദൈവസ്നേഹമുള്ള ദൈവം വിചാരിക്കും ദൈവം എന്നെ ഡിഗ്രി കൊണ്ട് ചേർത്തിരിക്കുന്നു. അതാണ് സ്നേഹം.
പിന്നെയും ചില കാര്യങ്ങൾക്ക് താമസിക്കണമെങ്കിൽ ഇപ്പോൾ കൃപാസനത്തിലൊക്കെ 46 വർഷം പ്രായമുള്ളവരൊക്കെ ഉടമ്പടി പ്രാർത്ഥന എടുക്കുമ്പോൾ അവരും സാക്ഷ്യം പറയും. അവർക്ക് ഒരു ആഴ്ച കൊണ്ടാണ് ജീവിതപങ്കാളിയൊക്കെ ഉള്ളത്. 23 വർഷങ്ങളാണ് കല്യാണം കഴിച്ചിട്ട് 23 വർഷമായിട്ടുള്ള ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നുണ്ട്. എല്ലാ ആത്മീയ കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അവർ ലാഗ് ചെയ്യണത്? അപ്പോൾ താമസിക്കും തോറും പിന്നെ ഡിഗ്രിയും കഴിഞ്ഞ് പിന്നെ എന്തായി, പോസ്റ്റ് ഗ്രാജുവേഷനായി. അതാണ് സമർപ്പണം. ഈശോയൊക്കെ സമർപ്പണത്തിൻ്റെ വലിയ പരീക്ഷ എഴുതിയ ആൾക്കാരാണ്, ജയിച്ച ആൾക്കാരാണ്. അമ്മയും സമർപ്പണത്തിൻ്റെ വലിയ പരീക്ഷ ആദ്യമേ എഴുതി കൊടുത്ത ആളാണ്. അപ്പോൾ അണ്ടർ യുവർ ഹാൻഡ്സ് ഐ കമാൻഡ് മൈ സ്പിരിറ്റ്. ഈശോൻ്റെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, എന്നെ ആവേശം കൊടുത്ത പ്രാർത്ഥനയാണ്. അപ്പാ, ഇനിയെല്ലാം അപ്പായുടെ കയ്യിൽ. ഞാൻ അപ്പായെ വിശ്വാസത്തിലെടുക്കുന്നു, അപ്പായെ പ്രത്യാശ എടുക്കുന്നു, അപ്പായെ സ്നേഹത്തിലെടുക്കുന്നു, അപ്പായുടെ ഇഷ്ടമനുസരിച്ച് ഞാൻ സമർപ്പിക്കുന്നു. സമർപ്പണത്തിൻ്റെ കാലം ചെയ്തു കഴിഞ്ഞാൽ, ഒരു സമർപ്പണത്തിലാണ് ദൈവം നിൽക്കണമെങ്കിൽ സ്വർഗത്തിലവൻ നിൽക്കുന്നത്. സമർപ്പണവും സ്വർഗവും തമ്മിൽ ഭയങ്കര ബന്ധമാണ്. കാര്യം സമർപ്പണം കഴിഞ്ഞാൽ സ്വർഗം കാണാൻ പറ്റും. ആ വഴിയിലേക്ക്, നമ്മുടെ പ്രാർത്ഥനയുടെ ആ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരണത് സ്വർഗത്തിലേക്ക് ദൈവം കൈപിടിച്ച് കൊണ്ടുപോവുകയാണെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവിന് സഹായകനായ പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കീപ് മിനിമം സ്പിരിറ്റ്. സഹായനായ പരിശുദ്ധാത്മാവിനെ നിലനിർത്തുക. എന്താണ് സംഭവിക്കണമെന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരും. കർത്താവേ, അനേകം മക്കളെ അവരുടെ ജീവിതത്തിൽ ഇപ്പോഴ് സഹനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ കടന്നു പോവുകയാണ്. ചിലർ വിശ്വാസത്തിൻ്റെ കാലഘട്ടം പിന്നിട്ടിരിക്കുന്നു. ചിലർ അതിനേക്കാൾ ഉപരി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാതെ പ്രത്യാശയുടെ കാലഘട്ടം പിന്നിട്ടിരിക്കുന്നു. ചിലർ അതിനേക്കാൾ ഉപരി പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാതെ ദൈവസ്നേഹത്തിൻ്റെ കാലഘട്ടം പിന്നിട്ടുകൊണ്ട് സമർപ്പണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവേ, എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? യോഹന്നാൻ 13:7 പ്രാർത്ഥിക്കുന്നു, ഞാൻ ചെയ്തത് എന്താണെന്ന്, ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല, പിന്നീട് മനസ്സിലാവും. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. നമുക്ക് ഇതേ ചൈതന്യത്തോടു കൂടി ശക്തിയോടും കൂടി ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഭക്തിപൂർവ്വം പ്രവേശിക്കാം. പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിൽ എഴുതിയിരിക്കുക. ജീവിക്കുന്ന ദൈവം നമ്മുടെ മുന്നിലിരിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരുകരങ്ങളും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ മനസ്സിലുള്ള എല്ലാ പ്രാർത്ഥനകളും നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ നുറുങ്ങുന്ന നൊമ്പരങ്ങളും വേദനകളും നമ്മുടെ ജീവിതത്തിൽ അട്ടുന്ന സമസ്ത ദുഃഖങ്ങളെയും നമ്മുടെ കുടുംബത്തെയും ജീവിത പങ്കാളിയെയും മക്കളെയും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് മനമുയർത്തി സ്വരമുയർത്തി കരമുയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, നാനാവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവരുണ്ട് കർത്താവേ, സങ്കടപ്പെടുന്നവരുണ്ട് കർത്താവേ. എൻ്റെ ഈശോയെ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. 59:1 പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഞങ്ങളെ രക്ഷിക്കാൻ കഴിയാത്തവർ അവിടുത്തെ കരം കുറുകിയിട്ടില്ല. ഞങ്ങളുടെ വേദനകൾ, സങ്കടങ്ങൾ, ദുരിതങ്ങൾ കേൾക്കാൻ കഴിയാത്തവർ അവിടുത്തെ കാതുകൾക്ക് മാന്യം ഭവിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന കർത്താവേ, വിശ്വസിക്കുന്ന കർത്താവേ, മറ്റൊരുത്തൻ രക്ഷയില്ല, രക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ് വിശ്വസിക്കുന്ന കർത്താവേ. എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ആരാധന, മഹത്വം 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 മഹത്വം. അങ്ങയുടെ സാന്നിധ്യത്തിൽ വിശ്വസിച്ച് പ്രത്യാശിച്ച് അങ്ങയെ സ്നേഹിച്ച് അങ്ങയുടെ തിരുമനസ്സിനെ സ്വയം സമർപ്പിച്ച് അങ്ങയുടെ ദൈവപൈതങ്ങൾ ആത്മാവിൻ്റെ സഹായത്തോടെ മുന്നേറണമെന്നായിരുന്നു കർത്താവെ സുവിശേഷ ശുശ്രൂഷയിൽ അങ്ങ് വെളിപ്പെടുത്തിയത്. ഇപ്പോഴെന്നെ ശ്രവിക്കുന്ന അത്തരം അനേക ആയിരങ്ങൾ കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ
ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലാണ്. ചിലർ വിശ്വാസങ്ങളുടെ ഘട്ടങ്ങളിൽ കർത്താവേ അവരെ നീ നിമിഷം ആശീർവദിക്കണേ കർത്താവേ. വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ടെന്നും പ്രത്യാശ ലഭിക്കുന്ന ഉറപ്പാണല്ലോ ഈശോ. എബ്രായർ 11:1 പ്രാർത്ഥിക്കുന്നു, അങ്ങനെയുള്ള എല്ലാ മക്കൾക്കും അവർ വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ട്, പ്രത്യാശിക്കുന്ന അവരെ ലഭിക്കുമെന്നുള്ള ആഴമായ ബോധ്യം ആത്മാവേ ഈ നിമിഷം അവർക്ക് സഹായമായി നൽകണമേ കർത്താവേ. പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. റോമ 5:5 പ്രാർത്ഥിക്കുന്നു ഈശോ. കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യം പ്രത്യാശയും നമുക്ക് നൽകുന്നു കർത്താവെ. നിരാശരാക്കാത്ത പ്രത്യാശയാൽ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നൽകണമേ കർത്താവെ. പരിശുദ്ധാത്മാവിനാൽ പ്രത്യാശയില്ലാത്തവരെ, പ്രത്യാശ കുറഞ്ഞവരെ, പ്രത്യാശയുടെ വീര്യശക്തി നഷ്ടപ്പെട്ടവരെ അഭിഷേകം ചെയ്യണം കർത്താവെ. എല്ലാം ഒന്നുകൂടി തുടങ്ങാൻ കർത്താവെ, ഒന്നുകൂടി പ്രത്യാശിക്കാൻ കർത്താവെ, പുതു ചൈതന്യത്തോടെ കർത്താവെ. സ്നേഹം ശക്തിയാണല്ലോ കർത്താവെ, സ്നേഹം മരണത്തെക്കാൾ ശക്തമാണെന്ന് കർത്താവെ അങ്ങയുടെ വചനങ്ങൾ എഴുതിയിട്ടുള്ള കർത്താവെ. സ്നേഹം ശക്തിയാണല്ലോ കർത്താവെ. വിശ്വാസം നഷ്ടപ്പെട്ട് കർത്താവെ വീര്യപ്രവൃത്തി, സ്നേഹത്തിൻ്റെ വീര്യശക്തി നഷ്ടപ്പെട്ട ആൾക്കാർ കർത്താവെ, ദൈവപൈതൽ കർത്താവെ ഇപ്പോൾ പ്രാർത്ഥിക്കരുത് ദൈവമേ. സ്നേഹത്തിൻ്റെ ശക്തിയാൽ കർത്താവെ ഈ നിമിഷം കർത്താവെ അങ്ങയുടെ മക്കളെ അഭിഷേകം ചെയ്യണം കർത്താവെ. ശക്തി നഷ്ടപ്പെട്ടവരെ കർത്താവെ നീ അഭിഷേകം ചെയ്യാറുണ്ടല്ലോ കർത്താവെ. ബലഹീനരാണല്ലോ കർത്താവെ, നിന്റെ ശക്തി കർത്താവെ പൂർണ്ണമായി പ്രകടമാകണം കർത്താവ്. ദിവ്യകാരുണ്യമേ, ശക്തി നഷ്ടപ്പെട്ടവരിൽ, സ്നേഹത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടവരിൽ, അപ്പോൾ സഹനത്തിൻ്റെ ശക്തി നഷ്ടപ്പെട്ടവരിൽ ഇപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചൊരിയണമേ. എല്ലാത്തിനും അതിജീവിക്കുവാൻ യോഹന്നാൻ 14:19 പ്രാർത്ഥിക്കുന്നു. ഞാൻ ജീവിക്കുന്നു, സ്നേഹമായി ജീവിക്കുന്നു, പ്രത്യാശ ജീവിക്കുന്നു കർത്താവെ. അതിനാൽ നിങ്ങളും അതിജീവിക്കുമെന്ന് പറഞ്ഞ കർത്താവെ. എല്ലാ തകർന്നു പോയവരെ, രോഗബാധിതരെ, പീഡിതരെ, സാമ്പത്തിക കടമുള്ളവരെ, തകർച്ചയുള്ളവരെ, കുടുംബ കലഹമുള്ളവരെ, കുടുംബത്തിൽ പിരിഞ്ഞു താമസിക്കുന്നവരെ, പല പല കാരണങ്ങളാൽ കർത്താവെ ആത്മവീര്യം നഷ്ടപ്പെട്ടു പോയ മക്കളെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവർ കണ്ണീരോടെയാണ് വരുന്നത്. പ്രാർത്ഥിക്കുന്ന മക്കളെ ആരാധനയിൽ സൗഖ്യമായി, സ്നേഹമായി കർത്താവെ, സ്നേഹത്തിന്റെ സൗഖ്യമായി, പ്രത്യാശയുടെ സൗഖ്യമായി കർത്താവെ. അങ്ങനെ മക്കളുടെ മനസ്സിലേക്ക് കർത്താവെ നിറയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാറിയ രോഗങ്ങള്, പീഡാവേദനകള് ദൈവികമായി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. എല്ലാ ദൈവങ്ങളും സമർപ്പിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ജീവൻ നൽകുന്ന ദൈവമേ, സൗഖ്യം നൽകുന്ന ദൈവമേ, ദൈവസ്നേഹത്തിന്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാൽ കർത്താവേ, പ്രത്യാശയുടെ ശക്തിയാൽ കർത്താവേ സൗഖ്യവും സാന്ത്വനവും സമാധാനവും കർത്താവേ അങ്ങയുടെ മക്കൾക്ക് വർദ്ധിക്കുന്നതിനെ ഓർത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവികമായ രോഗസൗഖ്യം നൽകുന്ന ആരാധനയുടെ അഭിഷേക നിറഞ്ഞ ആശീർവാദത്തിലേക്ക് പ്രാർത്ഥനാപൂർവം പ്രവേശിക്കാം. ദൈവം നമ്മളെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. ഇപ്പോഴാണ് നീ TV തുറന്ന് കർത്താവിൻ്റെ സന്ധ്യാഭിഷേകത്തിലേക്ക് കടന്നു വന്നതെങ്കിൽ ദൈവം നിന്നെ വരുത്തിയതാണെന്ന് ഓർക്കുന്ന ദൈവവേദലെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഈ ആശീർവാദം മാത്രം മതിയാകും നിൻ്റെ വിഷയത്തിന് ശക്തി നൽകാൻ, നിൻ്റെ ഹൃദയത്തിന് ശക്തി നൽകാൻ. നീയും പ്രാർത്ഥനാപൂർവ്വം കർത്താവ് എന്നെയും വിളിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് ആദരവോടും സ്നേഹത്തോടും കൂടി ആശീർവാദം സ്വീകരിക്കുക. എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാ ഈശോ നമ്മളെ ആശീർവദിക്കുകയാണ്. കർത്താവായ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോകുന്നു. ജീവിക്കുന്ന ദൈവം നമ്മുടെ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ ഏറ്റെടുക്കുന്നു. കർത്താവായ ദൈവമേ, യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, മനമുയർത്തുന്ന നിയോഗങ്ങൾ സമർപ്പിക്കട്ടെ. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ ദൈവം
നിന്റെ ജീവിതത്തിൻ്റെ ദാരിദ്ര്യ മേഖലകൾ ഏറ്റെടുക്കുന്നു കർത്താവേ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞ ദൈവം നിന്റെ തൊഴിൽ മേഖലകളെ ആശീർവദിക്കുന്നു, തൊഴിൽ രഹിതരെ ആശീർവദിക്കുന്നു, ഭവനരഹിതരെ ആശീർവദിക്കുന്നു, സന്താനരഹിതരെ ആശീർവദിക്കുന്നു. മനമുയർത്തി സ്വരമുയർത്തി ഹൃദയം തുറന്ന് ജീവിത ദുരിതങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. നിമിക്ക് ദൈവത്തിൻ്റെ ശക്തി നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ ആരാധന. യേശുവേ മഹത്വം, കർത്താവേ സ്തോത്രം, ദൈവമേ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ സങ്കടങ്ങൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മത്തായി 6:33 പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശക്തിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. യേശുവേ 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 യേശു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സൗഖ്യവും സാന്ത്വനവും നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.